പൃഥ്വിരാജ് ഒന്നും അറിയുന്നില്ലേ? 11 മണിക്ക് ഞാൻ കണ്ണു തുറക്കുമ്പോൾ എന്നെ യൂസ് ചെയ്തു എന്ന് എനിക്ക് മനസ്സിലായി. എങ്ങോട്ടാണ് ഈ നാടിന്റെ പോക്ക്? ഞാൻ സുരക്ഷിതമാക്കാം എന്ന് എനിക്ക് നിങ്ങളോട് ഇന്ന് പ്രോമിസ് ചെയ്യാൻ കഴിയുന്നത് എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് മാത്രമാണ്. പൃഥ്വിരാജ് സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം ബ്രോ ഡാഡിയിൽ താരങ്ങളടക്കം താമസിച്ചിരുന്ന സ്റ്റാർ ഹോട്ടലിൽ വെച്ച് ലൈംഗിക പീഡനത്തിനിരയായെന്ന വെളിപ്പെടുത്തലുമായി ജൂനിയർ ആർട്ടിസ്റ്റ്. ആരാണ് പെൺകുട്ടി? പുറത്തു പറയരുത്. അത്രക്ക് മോശക്കാരിയാണോ? ഐ മീൻ ടമാർ പെടാ ഠേഠോ അല്ലെന്ന്. ഇന്ന ഷെഡ്യൂൾ ഉണ്ടെന്നും പറഞ്ഞ് എന്നെ വിളിക്കുമായിരുന്നു. വശത്തെ ഈ കട്ടൻ ഇങ്ങനെ തുറന്നിട്ട് വർത്താനം പറഞ്ഞുകൊണ്ട് സ്പ്രൈറ്റ് ഒഴിച്ച് എനിക്ക് തന്നു. ഞാൻ ആ സത്യം നിങ്ങളോട് തുറന്നു പറയുകയാണ്. സിനിമയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായ കൊല്ലം സ്വദേശി മൻസൂർ റഷീദ് മയക്കുമരുന്ന് കലർത്തിയ ശീതളപാനീയം നൽകി. എനിക്കങ്ങനെ സംശയമൊന്നും തോന്നിയില്ല. ഞാൻ ആ സ്പ്രൈറ്റ് കുടിച്ചു. കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് എനിക്കൊരുമാതിരി തലകർക്കോ എനിക്ക് തോന്നി. ഈ സോപ്പ് വെള്ളം കുടിച്ചൊരു ഫീലും ഭയങ്കര ഒരു വിറവല് പോലെ വന്നു. കുറച്ചുനേരം അവിടെ ഇരുന്ന് കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോ എനിക്ക് പിന്നെ ഞാൻ കണ്ണു തുറക്കുന്നത് 11 മണിക്കാണ്. മനസ്സിലായി. ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ പഴുതടച്ചുള്ള അന്വേഷണങ്ങൾ ഉണ്ടാകണം. 11 മണിക്ക് ഞാൻ കണ്ണു തുറക്കുമ്പോൾ എന്നെ യൂസ് ചെയ്തു എന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പോഴും എന്റെ ഞെട്ടല് മാറിയിട്ടില്ല വൈദ്യരെ. ഹോൾ ക്രൂ താമസിച്ചിരുന്ന ഹോട്ടലിൽ തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. അതെ. തൊട്ടപ്പുറത്തൊക്കെ ഇവരെല്ലാരും ഉണ്ട്. ഓട്ടടാ സാരമില്ല. സംഭവം നടന്ന ശേഷം പൃഥ്വിരാജിന്റെ മാനേജറോടക്കം പരാതി പറഞ്ഞിട്ടും എമ്പുരാൻ എന്ന ചിത്രത്തിന്റെ ആദ്യ ഷെഡ്യൂളിൽ പ്രതിയെ ഉൾപ്പെടുത്തിയെന്നും ആരോപിക്കുന്നു. അവിഹിതങ്ങൾ തന്നെ ഈ നാട്ടില്. അന്വേഷണത്തൊടുവിൽ കുറ്റകൃത്യങ്ങൾ തെളിയിക്കപ്പെട്ടാൽ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകണം.